പതയിട്ടിട്ട് കുറച്ച് പദപരിപാടി ഫുൾ പതപ്പിച്ച് ചേർത്ത് ചെയ്യുന്നത്. ഹലോ ഗൈസ്, എല്ലാ മച്ചാമാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു വാഷിങ് അല്ലെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് നേരെ ഇറങ്ങി കേട്ടോ. പുലിപ്പാറ ഉള്ള നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാർ വാഷിംഗ് സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. C4 ആണ്. C4 കാർ വാഷിംഗ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. പുലിപ്പാറയാണ് കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ഞാൻ എന്നും കല്ലറയാണ് പോകുന്നത്. അപ്പോൾ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുലിപ്പാറയിൽ. നമ്മൾ ഈ ഒരു ഫ്രണ്ട് മൽഗാട് മോഡിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വണ്ടി വാഷ് ചെയ്തില്ല. കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഇതുപോലത്തെ ഒരു മൽഗാട് നമ്മൾ കൊറിയറും ചെയ്ത് കൊടുത്തിട്ടോ. നമ്മളൊരു മച്ചാന് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബർ മച്ചാന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുത്ത് നേരെ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ട് കയറി കേട്ടോ. അപ്പോൾ വണ്ടി മൊത്തം അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്ക് മൽഗാടും കാര്യങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ അഴുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ഇന്ന് ഇവിടെ കയറ്റി ഒന്ന് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്താണ് ഇതിൻ്റെ ഒന്ന് ചെയിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ചെയിൻ ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് ലൂബ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയാണ്. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ Instagram ID, Facebook പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലാണ്. പിന്നെ നമ്മളെ മച്ചാൻ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. RS ഉണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിരാം. കിടിലൻ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം മോഡിഫൈഡ് ചെയ്തിട്ടുള്ളൊരു അത്യാവശ്യം കസ്റ്റം ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ജസ്റ്റ് അതൊന്നും കൂടെ പരിചയപ്പെടുത്തിരാം. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ വാഷ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ട് ടയർ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മച്ചാന്മാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനിയനെയും വെച്ചുകൊണ്ട് കറാമ്പുറപ്പ് കാണിച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. നമുക്ക് ടയർ മാറണം. ടയർ മാറി കഴിവാന്നൊക്കെയാണ് വിചാരിച്ചു. പക്ഷേ വണ്ടി സെറ്റായില്ല മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് നേരെ വാഷിങ്ങിലോട്ട് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ചെയിൻ സ്പ്രാക്കറ്റിൻ്റെ കവർ ഇളക്കി അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ടീയൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. ജസ്റ്റ് ഫ്രണ്ട് ഫുള്ള് അത്യാവശ്യം തുരുമ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി കറക്റ്റ് ടൈമിൽ കഴുകിയില്ലെങ്കിൽ ഒരു ഇതുണ്ടാവത്തില്ല, ഒരു ഫീൽ ഉണ്ടാവത്തില്ല. അതാണ് നേരെ കഴുകാനായിട്ട് കയറ്റിയത്. പിന്നെ കഴുകിയാലും ഞാൻ ബാക്ക് ഹഗ്ഗറൊന്നും വയ്ക്കത്തില്ല. മഴയാണ്, കഴുകിയിട്ടും കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ കഴുകാതിരിക്കരുത്. വണ്ടി ഒരു ലൂബ്രിക്കേഷനാണ്. ഞാൻ പറയുന്നത് എപ്പോഴും പറയുമ്പോൾ തന്നെ നമ്മൾ വണ്ടി കഴുകുന്നത് ഒരു ലൂബ്രിക്കേഷനാണ്. ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വാഷ് ചെയ്യണം. എൻ്റെ വണ്ടി കുറേ നാൾ കഴുകാതെ കുറേ സ്ഥലത്ത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നാൾ ഞാൻ കഴുകാതെ കൊണ്ടു നടന്നു. അതാണ് ഇപ്പം ഈ ശ്രദ്ധ കൂടെ കൊടുക്കുന്ന വണ്ടിക്ക്. കാര്യം നമ്മൾ ചെക്കനാണ്. ഇനി അടുത്ത മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പ്ലാനുണ്ട്. ഫണ്ട് സെറ്റ് ആവണം ഗൈസ്. ഫണ്ട് വേണം, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ചേട്ടാ പേരെന്തുവായിരുന്നു? എൻ്റെ പേര് സുമൻ. ചേട്ടാ സ്ഥലം? ആസാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ ഫ്രണ്ട് കവറിളക്കണം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതാണ് പരിപാടി. ചെയിൻ സ്പ്രാക്കറ്റ് ഫുള്ള് സെറ്റാണെന്ന് വാഷിങ്. അപ്പോൾ നമുക്ക് തുടർന്ന് കാണാം ഗൈസ്. അപ്പോൾ നമ്മളെ ചെയിൻ ക്ലീൻ ചെയ്യണം കേട്ടോ. ചെയിൻ ഒന്ന് സെറ്റായിട്ട് വാഷ് ചെയ്യണം. ചെയിൻ കഴിയുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പാണ്. ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ടൈറ്റാണ്. വണ്ടി ഭയങ്കര ഓട്ടിക്കാൻ ഒരു ഫീൽ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ഇഷ്ടംപോലെ നമ്മൾ കഴിഞ്ഞതിന് വാഷ് ചെയ്ത സമയത്ത് നമ്മൾ ഫ്രണ്ട് ഇളക്കിയില്ലായിരുന്നു. അപ്പോൾ ഫുള്ള് ഗ്രീസ് കയറി കിടക്കുകയാണ് ഫ്രണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ ടൂളും കൊണ്ട് വന്നത്. കറക്റ്റ് ടീ എടുത്തുകൊണ്ട് വന്ന് ടീ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രണ്ട് കവർ ഇളക്കാക്കുന്നു. I got the cash in the bag, stadium packed. Born a rock star in this life, gon' live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, doing no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I just wanna stay bad, stay mad. Chip on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back. I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me. Ain't nobody like that. I ain't gonna wait, that's all fact. Give me one shot and I'll never get the throne back. I'm sick of being cautious. I'ma go cause something, can't stop this. I'ma steal everybody's lane, call it shoplift. Sick of hearing everyone complain when they thoughtless. Taste the pain, it's like candy canes. It makes me go change into a better frame, into a better name. Society's insane, we all live for fame. Yeah. Cash in the bag, stadium packed. Born a rock star in this life, gon' live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, do it no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I got cash in the bag, stadium packed. Born a rock star in this life, gon' live it up. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, do it no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. Cash in the bag, stadium packed. Born a rock star in this life, gon' live it up.
I'm crazy, I'm mad, do it no cap. Only got one, so you better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. Got the cash in the bag, stadium packed. For the rocks on the side, live it up, on the attack. Baby, I'm bad. ഇനി ഒന്ന് വെളിയിൽ ഇറങ്ങാൻ ചെളി കൂടെ ഒക്കെ കയറ്റി ഒന്ന് ഓട്ടിച്ച് ചെളിയാക്കുമ്പോഴാണ് ഒരു സമാധാനം. ബാക്ക് ടയർ റഗ്ഗർ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ചെളി അങ്ങ് അടിച്ച് കയറും. ടയർ റഗ്ഗർ വെക്കാൻ ഒരു ഉദ്ദേശമില്ല കൈസ. ടയർ റഗ്ഗർ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്കിൽ ആ ലുക്ക് പോകും. പക്ഷെ NVD പിടിച്ച് കഴിഞ്ഞാൽ സീനാണ്. നമ്മളെ ടയർ ബാക്കിങ് ഓപ്പണായിട്ട് കിടക്കുമ്പോൾ ബാക്കിങ് പറഞ്ഞാൽ കുറച്ച് ചെളി എറിക്കുന്നതുകൊണ്ട് നമുക്ക് സീനാണ് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി ഫുള്ള് തുടച്ചിട്ട് ടയർ പോളിഷ് ചെയ്യണം കേട്ടോ. ടയറിന് ഒന്ന് പോളിഷ് ചെയ്ത് ബ്ലാക്കൊക്കെ ആക്കിയാണ്. എത്ര ദിവസം കിടക്കുമെന്ന് അറിയാൻ വയ്യ ഗൈസ്. ചെയിൻ ലൂബ് ചെയ്യണം. ചെയിനിൻ്റെ ആ ഒരു ഭാഗം ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ റോളോണിൻ്റെ ചെയിൻ ലൂബാണ് യൂസ് ചെയ്യുന്നത്. കുറേ നാളുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബാഗിൻ്റെ അത് സാധനം കിടപ്പുണ്ട്. ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബ് റോളോൺ. ഇത് വന്നിട്ടിൻ്റെ റേറ്റൊക്കെ വില കുറവാണ് കേട്ടോ. ഏതാണ്ട് 250 രൂപ എനിക്ക് ഷോപ്പിലായിട്ടുണ്ട്. ഇതിൻ്റെ MRP വന്നിട്ട് 287 രൂപ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 500 ml ആണ്. തോനെ കാലം യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ചെയിൻ ലൂബും കൂടെ ഒന്ന് ചെയ്യണം. നൈസ് സാധനം കേട്ടോ. എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഞാൻ കുറേ നാളുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് സാധനം. റോളോൻ്റെ ചെയിൻ ബ്രാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു പൊളി കമ്പനിയാണ്. ഗൈസ് അപ്പോൾ നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയിൻ ലൂബ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് അടിച്ച് സെറ്റ് ചെയ്യാം. ഫ്രണ്ടിലൂടെ കുറച്ച് അടിക്കല്ല, കുറയ്ക്കണ്ട, പുതിയ മതി മതി. അപ്പോൾ ഗൈസ് നമ്മൾ ലൂബ് ചെയ്തിട്ടുണ്ട്. കൊഞ്ഞ് ടൈറ്റ് ചെയ്തോ ബ്രോ. ഓക്കെ വണ്ടി ഓഫ് ചെയ്യാം. അപ്പോൾ വണ്ടി ഓഫ് ചെയ്ത് നമ്മളെ ചെയിൻ ലൂബും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്ര ചെയ്താൽ മതി. കാരണം വാഷ് ചെയ്തുകൊണ്ട് പക്ക ക്ലീനായിട്ട് വാഷ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഒരു റോളിലൊക്കെ തീർന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മളെ വണ്ടി എടുത്ത് വെളി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ C4 കാർ വാഷിംഗ് ഡീറ്റെയിലിംഗ് സെൻ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാർ വാഷിങ് അതുപോലെ പോളിഷും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര ആളാണ് ചേട്ടാ? 1 മാസമായല്ലേ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? വിജിത്ത്. പിന്നെ ചേട്ടൻ്റെ പേര് ഗണേഷ്. നമ്മൾ ഭായിയെ പരിചയപ്പെട്ടായിരുന്നു. നമ്മളെ ഭായിയാണ് നമ്മളെ വണ്ടി ഫുൾ വാഷ് ചെയ്ത് സെറ്റാക്കി തന്നത്. കൂടുതലും പണി നമ്മളെ ഭായിയാണ് ചെയ്തത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇരുന്ന് കൊത്തിയിരുന്ന് നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ടൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ആ ചെക്കൻ്റെ വണ്ടി ഒന്ന് എടുത്ത് ഓടിച്ചു പോകണം. അപ്പം ജസ്റ്റ് വാഷ് ചെയ്തില്ലേ ഒന്ന് വണ്ടി ഒന്ന് പക്ക റൈഡാക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളെ വണ്ടി ഞാൻ വാഷ് ചെയ്ത് ഇറങ്ങി കേട്ടോ. ആ വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നീറ്റാണ്, നല്ല സ്മൂത്താവും വണ്ടി. ഓട്ടിക്കാൻ വെറൈറ്റി ഫീലായിരിക്കും. അതാണ് ഞാൻ ഈ വാഷ് ചെയ്യാനായിട്ട് വണ്ടി കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല പുള്ളിയായിട്ട് തന്നെ ബായി കഴുകി തന്നിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കഴുകി നമുക്കൊന്ന് വണ്ടി പൊളിക്കാം. ഗായ്സ് അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് വണ്ടി കഴുകിയിട്ട് നേരെ ഒരു സൈറ്റിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് റൈഡ് ചെയ്ത് ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മൾ നിന്ന്. അപ്പോൾ വണ്ടി നല്ല രീതിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിക്ക് വാഷ് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് 150 രൂപ ആയുള്ളൂ. നല്ല രീതിക്ക് പോളിഷ് ചെയ്ത് സെറ്റാക്കി കഴുകി തന്നിട്ട് പിന്നെ നമ്മൾ എന്തോ വീഡിയോ എടുത്തുകൊണ്ടായിരിക്കും എന്തായാലും അത്ര രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. നല്ല നീറ്റായിട്ട് കഴുകി തന്നെ കേട്ടോ. പിന്നെ നമ്മളെ ഫ്രണ്ട് മൽഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടയർ മാറണം. അടുത്ത ഞാൻ ടയർ മാറാനുള്ള ഫണ്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഫുള്ള് തീർന്നു കേട്ടോ ഗൈസ്. കോർണറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ RS ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഒരു സെക്കൻഡ് നമ്മളൊരു എടുത്ത വണ്ടിയാണ്. വണ്ടി നോക്കിയാൽ അത്യാവശ്യം കസ്റ്റം ചെയ്തതാണ് കേട്ടോ. നല്ല BS3 വണ്ടിയാണ്. അതിൽ നോക്കിയാൽ നമുക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെ മോഡിഫൈഡ് ആയിട്ടുള്ളതാണ്, കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഡൂക്കിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ കളർ നോക്കുകയാണെങ്കിൽ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്കാണ് വരുന്നത്. പിന്നെ ബ്രേക്ക് ലൈറ്റ് നോക്കുകയാണെങ്കിൽ അതും കസ്റ്റം ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ പാർക്കും ബ്രേക്കും രണ്ട് രീതിക്ക് നല്ല രീതിക്ക് കസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് നോക്കിയാൽ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം അതായത് ട്രാക്ക് ടയറാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടും ബാക്കും ട്രാക്ക് ടയർ ചെയ്തിട്ടുണ്ട്. റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ വൈസറും കാര്യങ്ങളൊക്കെ
വരുന്നത് ഇത് നിഞ്ചയുടെ വൈസറാണ് കേട്ടോ. നിഞ്ചയുടെ വൈസർ വരുന്നുണ്ട്. പിന്നെ 220 മിററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വണ്ടിയിൽ അത്യാവശ്യം നല്ല മോഡിഫൈഡ്, അതായത് റിംഗ് ലൈറ്റ്, ഹസാർഡ് ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് BS3 വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ അവന് അത്യാവശ്യം ഒരു റേറ്റ് കുറച്ചൊക്കെ തന്നെയാണ് എടുത്തത്. വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് പവറിലൊന്നും യാതൊരു പവർ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രസമുണ്ട് കേട്ടോ. വണ്ടി സിംഗിൾ ചാനൽ ABS ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി റൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. വണ്ടിയുടെ ആ ഒരു പവർ ഞാൻ കാണിച്ചത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഒരു വണ്ടി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു റൈഡ് ചെയ്യുന്ന. നല്ല പൊളി പവറാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ജസ്റ്റ് പവർ കാണിച്ചത് കേട്ടോ. വണ്ടി നൈസാണ്. BS3 വണ്ടി അറിയാമല്ലോ. പൊളി പവറാണ് വണ്ടി. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി നമുക്ക് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്രൈറ്റ് ആയിട്ടുള്ളൊരു ഹാൻഡ്ലിംഗ് ആണ് വരുന്നത്. അതായത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ RSന് വരുന്നതും അത്യാവശ്യം അപ്രൈറ്റ് ആണ്. അതല്ല ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു പൊസിഷനല്ല RSന് വരുന്നത്. ഇതൊരു സൂപ്പർ സ്പോർട്ട് ഡിസൈൻ ആണെങ്കിൽ പോലും നമുക്ക് RS കൊണ്ട് സ്റ്റോക്ക് ഹാൻഡിൽ വലിയ രീതിക്ക് സ്പോർട്ടി അല്ല കേട്ടോ. നമുക്ക് ഒരു 600 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് നല്ല രീതിക്ക് സീറ്റിങ്ങിൻ്റെ ഭാഗത്ത് ബുദ്ധിമുട്ട് വന്നില്ലെങ്കിൽ 600 കിലോമീറ്ററൊക്കെ നമുക്ക് ഓട്ടിക്കാൻ പറ്റിയൊരു ഹാൻഡ്ലിംഗ് ആണ് RS കൊണ്ട് വരുന്നത്. അതിനെക്കാട്ടി ഇത്തുകൂടെ അപ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരു ഡൂക്ക് 200ൻ്റെയാണ്. ഡൂക്ക് 200ൻ്റെ ഹാൻഡിലും അതുപോലെ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു റൈസറും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കസ്റ്റം റൈസറാണ് വരുന്നത്. എൻ്റെ അടുത്തൊരു മച്ചാൻ പറഞ്ഞിട്ടുണ്ട് RS 200ൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓൺ ദ വേ മച്ചാനെ സെറ്റാക്കാം. പിന്നെ നമുക്ക് സൈഡ് മിറർ വരുന്ന 220 220ൻ്റെ മിറർ നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആണ്. നല്ല സൈഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം. എന്നാലും വണ്ടിക്ക് നല്ല ലുക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വൈസറും കൊള്ളാം. അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് ലുക്കാണ് നമുക്ക് ഈ ഒരു വൈസറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ 30,000 അടുപ്പിച്ച് 30,000 ആവാൻ പോകുന്നേ ഉള്ളൂ. വണ്ടി നല്ല രസമുണ്ട് കേട്ടോ. നല്ല എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ പക്കയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കട്ട് ഓഫ് കാണിച്ചിട്ട് വണ്ടി പൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പവറാണ്. BS3 വണ്ടിയാണ്. സൗണ്ടും പക്കയാണ്. ആ എക്സോസ് നോട്ടൊക്കെ നല്ല രീതിക്ക് ലൗഡായിട്ടുള്ള എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ നിന്ന് വരുന്നുണ്ട്. നല്ല രസമുണ്ട് ഗൈസ് വണ്ടി ഓടിക്കാൻ. അതുപോലെ തന്നെ ഹാൻഡ്ലിങ് എനിക്ക് കസ്റ്റം ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കസ്റ്റം ചെയ്യുന്ന ഹാൻഡിൽ ഓടിക്കാൻ. ഈ ഒരു വണ്ടിയുടെ RC ബുക്കിലും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് സ്കൈ ബ്ലൂ ആണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ബ്ലൂ കളർ കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ലൊരു റേറ്റിലാണ് എടുത്തത് കേട്ടോ. സിംഗിൾ ചാനൽ ABS BS3 വണ്ടി നല്ല പവറാണ്. നല്ല രീതിയിൽ കൈ കൊടുക്കാൻ നേരത്ത് പൊളിച്ചടിക്കുകയാണ് കയറി പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വണ്ടിയുടെ ഓണർ കുറച്ച് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് കേട്ടോ. അവൻ V3 നോക്കിയായിരുന്നു, അതുപോലെ തന്നെ NS നോക്കിയായിരുന്നു, അങ്ങനെ കുറേ വണ്ടി നോക്കിയായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് ഈ ഒരു RS 200 വന്നത്. RS 200 നല്ലൊരു വണ്ടി തന്നെ കിട്ടിയേട്ടാ. എഞ്ചിൻ്റെ ഭാഗം പക്ക നീറ്റാണ്. യാതൊരു എൻ്റെ അടുത്താണ് ആദ്യം അവൻ കൊണ്ടു തന്നത്. ഏട്ടാ എഞ്ചിൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞേട്ടാ. ഞാൻ നല്ല രീതിക്ക് പൊട്ടിച്ചോടിച്ച് നോക്കി. ഇപ്പോഴും യാതൊരു എഞ്ചിൻ്റെ ഭാഗത്ത് യാതൊരു നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പവർ, വണ്ടിയുടെ ആ പവർ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കൈ കൊടുത്ത് വരാൻ നേരത്തുണ്ടല്ലോ നല്ല രീതിക്ക് പൊളിച്ച് കയറിയാണ് വണ്ടി. നമുക്ക് ഈ ബജാജിൻ്റെ വണ്ടികൾ ഒരു പ്രത്യേകത ഉണ്ട്. നല്ല വണ്ടി നോക്കിയെടുത്തില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ പണിയുള്ള വണ്ടികളൊക്കെ വരും. അപ്പോൾ നമ്മൾ നോക്കിയെടുക്കണം മാക്സിമം, ഇല്ലെങ്കിൽ പണി കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുമ്പോഴും നോക്കിയെടുക്കണം. കാര്യം ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു മച്ചാനെ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചായിരുന്നു. ഒരു MD ഉള്ളൊരു മച്ചാന് ചെറിയൊരു പണി കിട്ടി. ഒന്നുമല്ല, അവൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയ സമയത്ത് തുരുമ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ പെട്ട്, അതായത് ആ വണ്ടിയിൽ ഏത് പാർട്സ് ഇളക്കി നോക്കിയാലും അവിടെ കുറച്ച് ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു V3 ഇറക്കുന്ന വീഡിയോയിൽ V3 ലോഞ്ചിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ സ്പ്രാക്കറ്റിൻ്റെ അവിടെ കുറച്ച് തുരുമ്പ് വന്നപ്പോൾ അപ്പോൾ തന്നെ നമ്മളത് ഷോറൂമിൽ കൊടുത്ത് അത് തുരുമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ വണ്ടി ഇറക്കാൻ നേരത്തെ നമ്മളിപ്പോൾ ഏത് വണ്ടി ആവട്ടെ, ഏതൊരു കമ്പനി ആയാൽ പോലും നമ്മൾ ഈ ഒരു ഫെയറിങ്ങുള്ള അല്ലെങ്കിൽ സൂപ്പർ സ്പോർട്ട് ആണെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡ് ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെൻഡോ കാര്യങ്ങളോ പവർ ലോസോ ഒക്കെ ഉണ്ടാകുന്ന നമ്മൾ ജസ്റ്റ് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കി വണ്ടി മൊത്തത്തിൽ നല്ല രീതിയിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. എന്ന് മാത്രമേ നമ്മൾ വണ്ടി എടുക്കാവൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.